വിശക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? വിശക്കണുണ്ടോ? അപ്പൊ ഒരു കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കി തരാം. ആ പഠിക്കണതായി കാണണേ, പോയി പഠിക്കുക. ഓക്കെ ചെല്ല്, പോയി പഠിക്കുക. ഹലോ, എല്ലാവർക്കും മനക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് വിശപ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് 2 റെസിപ്പീസാണ് ഉള്ളത്. ഒന്നാമത്തേത് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന നല്ലൊരു ബ്രെഡും, രണ്ടാമത്തേത് അതേ ബ്രെഡ് വെച്ച് തന്നെ ഉണ്ടാക്കുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് ബ്രെഡ് മസാലയും. ഈ ബ്രെഡിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനു വേണ്ടി പ്രത്യേകം മൗൾഡൊന്നും നിങ്ങൾ വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സ്റ്റീൽ പാത്രം ഉണ്ടാവുമല്ലോ, ആ സ്റ്റീൽ പാത്രം വെച്ച് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ബ്രെഡ് ഉണ്ടാക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഓവൽ ഷേപ്പിലുള്ള ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ടാണ്, ലഞ്ച് ബോക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് ബ്രെഡ് മസാല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റ്, 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 3/4 ഗ്ലാസോളം ചെറിയ ചൂടുള്ള വെള്ളം, ഇതെല്ലാം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 15 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കുമ്പോൾ ഈസ്റ്റ് നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. കണ്ടില്ലേ ഡിഫറൻസ്? നമുക്കത് നീക്കി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 ഗ്ലാസോളം, നിങ്ങൾ ഏത് പാത്രമാണോ അളവ് പാത്രമായിട്ട് എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ എല്ലാ അളവ് വസ്തുക്കളും എടുക്കുക കേട്ടോ. ഇപ്പോൾ 3 ഗ്ലാസോളം ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ പാൽപ്പൊടിയും 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ്, 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര. ഇനി നന്നായിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ എടുത്ത ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു സ്മെല്ല് വരും. ഇത് ഈസ്റ്റ് ആണ്, നമ്മൾ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഈസ്റ്റ്. നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിന്റെ പരുവത്തിലല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ലൂസ് ആവണം നമുക്ക് നമ്മുടെ ബ്രെഡിനുള്ള മാവ് കുഴയ്ക്കുമ്പോൾ. ഈ ഒരു രൂപത്തിലെടുക്കണം. കണ്ടില്ലേ, ഒട്ടിപ്പിടിക്കുന്ന ഈ ഒരു പരുവത്തിൽ വരണം. അപ്പൊ ഈ ഒട്ടിപ്പിടിക്കുന്നതിന് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കലെല്ലാം മാറി നല്ല നീറ്റായിട്ട് കിട്ടും നമുക്ക്. കണ്ടില്ലേ, അപ്പൊ അതെല്ലാം മാറിയിട്ടുണ്ട്. ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നിങ്ങള് ഇതുപോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ വരണം. ഇനി നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഡ്രൈ ആവാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ ഭാഗത്തേക്കും, മാവിന്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഓയിൽ നമുക്ക് പാത്രത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് നനഞ്ഞൊരു തുണി ഇതുപോലെ ഈ പാത്രത്തിന് മേലെ വെച്ച് ഒരു 4 മണിക്കൂർ ഇതുപോലെ സാധാരണ റൂം ടെമ്പറേച്ചറിൽ വെക്കണം. 4 മണിക്കൂറിന് ശേഷം കണ്ടില്ലേ, നമ്മുടെ മാവ് ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട്, ഇരട്ടിച്ചിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. നമുക്ക് ഒരു 5 മിനിറ്റ് ഞാൻ പാത്രത്തിൽ വെച്ചിട്ട് കുഴയ്ക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുത്തിട്ട് മടക്കി അങ്ങനെ കുഴച്ചെടുക്കുക. ഇനി ഒരു പലകമേലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് അതിൻ്റെ മേലെ വെച്ച് ഇതുപോലെ ആദ്യം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് പരത്തിയെടുത്തിട്ട് ഇതുപോലെ മടക്കി എന്നിട്ട് വീണ്ടും നമ്മൾ പരത്തി കൊടുത്ത് വീണ്ടും ഇതുപോലെ മടക്കി പരത്തിയെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഒരു 10 മിനിറ്റ് നേരം ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുഴച്ചെടുക്കുന്നതിലൂടെയാണ് ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത്. പത്ത് മിനിറ്റ് നേരം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക. പിന്നെ ഈ ബ്രെഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകം മൗൾഡിന്റെ ആവശ്യമൊന്നുമില്ല. മൗൾഡ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ബ്രെഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മൗൾഡ് ഉണ്ട്, അത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അതൊന്നും ഇല്ലാത്തവര്, നമ്മുടെ സാധാരണക്കാരുടെ എല്ലാവരുടെ വീട്ടിലും സ്റ്റീൽ പാത്രം ഉണ്ടാവും, ലഞ്ച് ബോക്സ് ഉണ്ടാവും, സ്ക്വയർ ടൈപ്പിലുണ്ടാവും, ഓവൽ ഷേപ്പിലുണ്ടാവും, റൗണ്ടിലുണ്ടാവും. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് ബ്രെഡ് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ബ്രെഡിന്റെ അതേ ടേസ്റ്റ് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല, നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് കിട്ടാം. ഇത് ഓവൽ ഷേപ്പിലുള്ളൊരു സ്റ്റീലിന്റെ ലഞ്ച് ബോക്സ് ആണ്. അതിലേക്ക് ഞാൻ ഓയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും ആഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഓയിൽ പേപ്പർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ബ്രെഡിന്റെ മാവ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്.
ഇനി ഇതാ ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മൾക്ക് ഈ ചോറും പാത്രം വെച്ച് ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ചു. 10 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ശേഷം നമുക്കിതാ ചെറിയ തണുപ്പുള്ള പാല് നമുക്ക് അതിൻ്റെ മേലെ സ്പൂൺ കൊണ്ടായാലും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്യണം. ഒരു ചുവട് കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്യാം. 10 മിനിറ്റ് ശേഷം നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ടൈമിങ് 30 തൊട്ടിട്ട് 40 മിനിറ്റ് ആണ്. 40 മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ബ്രെഡ് ആയിട്ടുണ്ട്. കുറച്ച് വെണ്ണ അതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തണുക്കുന്നതിന് വേണ്ടി നീക്കി വെക്കാം. ചൂടെല്ലാം മാറിയതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. ഇതിപ്പോൾ ലൈറ്റായിട്ട് ചൂടുണ്ട് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ ചൂടാറിയതിന് ശേഷം എടുത്താൽ മതി. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ കറക്റ്റ് നല്ല നീളമുള്ള ഒരു ബ്രെഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതാ കണ്ട നല്ല സോഫ്റ്റ് ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പീനട്ട് ബട്ടറോ അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്ടെല്ലയോ വെച്ചിട്ട് അതുമേ സ്പ്രെഡ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം. ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പീനട്ട് ബട്ടറും ഉണ്ടാക്കാം, അതുപോലെ ന്യൂട്ടെല്ലയും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടുന്നുണ്ട്. കാണാത്തവർ കാണാം, ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ മൈദ ഉപയോഗിച്ചോളൂ. മൈദ ഉപയോഗിച്ചുണ്ടാക്കുമ്പോൾ വൈറ്റ് കളറിലുള്ള അതേ ബ്രെഡായിട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ബ്രെഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നീളമുള്ള ബ്രെഡായിന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതുകൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യോ വെണ്ണയോ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ബ്രെഡ് ഉണ്ടല്ലോ അത് നന്നായിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. ഞാൻ വെച്ച് കൊടുക്കുകയാണ്. മേലെയും കുറച്ച് ബട്ടറോ നെയ്യോ ഒഴിച്ചു കൊടുക്കുകയാണ്. തിരിച്ചിട്ടിട്ട് 2 സൈഡ് നന്നായിട്ട് മൊരിയിച്ചെടുക്കുകയാണ് കേട്ടോ. എല്ലാ ബ്രെഡും ഇതുപോലെ മൊരിയിച്ചെടുത്ത് കഷ്ണങ്ങളായിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയില ആഡ് ചെയ്യാം നിങ്ങൾക്ക്. ഇനി അതിനുശേഷം നമുക്കിതാ ഒണിയൻ, നമ്മുടെ ഉള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ രൂപത്തിലാവുമ്പോൾ ഞാനൊരു തക്കാളി വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നമുക്ക് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലയോ ചിക്കൻ മസാലയോ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ബ്രെഡ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ബ്രെഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് മസാല റെഡിയാണ്. ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ബ്രെഡ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ. നല്ലൊരു സ്നാക്സ് ആണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. ഒരു വെറൈറ്റി ആയിരിക്കും ഇത്, അല്ലേ? നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്? അതുപോലെ ബ്രെഡിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ആ ബ്രെഡിൻ്റെ റെസിപ്പി ഞാൻ എന്തുകൊണ്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ടൂൾസും വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക മൗൾഡെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്രെഡ് ഉണ്ടാക്കാം. നല്ല സ്ക്വയർ ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് വീട്ടിൽ ബ്രെഡ് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ എളുപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് ഈവനിങ് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം.
നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാൻ താല്പര്യമില്ലെങ്കിലും മൈദ എടുത്തോളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മൾ സാധാരണ ഇപ്പോൾ വീറ്റ് ബ്രെഡും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ചിലവർക്ക് വീറ്റ് ബ്രെഡ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിന് ഇഷ്ടമില്ലാത്തവർ ഇതിൻ്റെ ഈ ഗോതമ്പ് പൊടിയുടെ സ്ഥാനത്ത് നിങ്ങൾ മൈദ ഉപയോഗിച്ചിട്ട് ബാക്കിയെല്ലാം അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ബ്രെഡിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും, അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ 2 റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബ്രെഡ് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം, അതുപോലെ ബ്രെഡ് ഉണ്ടാക്കിയിട്ടും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു 2 റെസിപ്പീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.